ഒരു സംശയമില്ല, തൃശൂർ കോർപ്പറേഷനിലേക്ക് ശക്തമായ തിരിച്ചുവരവ് UDF നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തിരുന്നതിന്റെ എല്ലാ ക്ഷീണവും കഴിഞ്ഞ 10 വർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു UDF. അതുകൊണ്ട് തന്നെ നാം തുടക്കത്തിൽ തന്നെ പറയുമായിരുന്നു, BJP തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന സമയത്ത് BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടാക്കി. പക്ഷേ പിന്നെ പതുക്കെ അത് കുറഞ്ഞ് അവസാന ഘട്ടത്തിൽ അത് തീരെ ഇല്ലാതായി എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ BJP ആദ്യം പറയാൻ കാരണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ വൻ വിജയം കൊയ്ത സ്ഥലത്ത് വലിയ പ്രതീക്ഷകളോടുകൂടി വലിയ മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷകളോടുകൂടി രംഗത്തിറങ്ങിയ BJP അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ കോർപ്പറേഷനിൽ 6 വാർഡാണ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 8. നേരിയ തോതിലുള്ള ഒരു വളർച്ച അവർ കാണിച്ചെങ്കിൽ പോലും ആ വളർച്ച പോലും അവർക്ക് തളർച്ചയാണ്. യാതൊരു സംശയമില്ല നമുക്ക് പറയാനാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അതിശക്തമായ പ്രതിസന്ധി അവർ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന് LDF ആണ്. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൻ പരാജയമായിരുന്നു എന്ന് നാം ആ ഘട്ടത്തിൽ പുറത്തു പറയാൻ നമുക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് പരസ്യമായി പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്കാണ്. ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത രീതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും യാതൊരുവിധ അജണ്ടയുമില്ലാത്ത രീതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനം നടത്തിയെന്നതാണ് അവർ ലക്ഷ്യമിട്ടത്. 10 വർഷം തങ്ങൾ അധികാരത്തിലിരുന്നു, ഇനി മാറിയാലും കുഴപ്പമില്ല, കിട്ടിയാൽ ലാഭം എന്നതായിരുന്നു LDFന്റെ നയം. അതായത് തമ്മിലടിച്ച് കിട്ടുന്ന ചോര കുടിക്കാം എന്ന ഒരു പൊതു ലൈൻ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ LDF എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് LDF കണ്ടിരിക്കുന്നു, 13 സീറ്റ്. മറ്റൊന്ന്, 10 വർഷത്തെ ക്ഷീണം തീർക്കാൻ തമ്മിലടി പരമാവധി കുറച്ച് ഐക്യത്തോടുകൂടി മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാവരുടെയും ഐക്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അതിന്റെ വിജയമാണ് 33 സീറ്റ്. അതോടൊപ്പം തന്നെ 2 അതായത് ഒരാൾ ജയിച്ചത് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ആ വിമതനായി മത്സരിച്ച ആൾ ഇപ്പോൾ തന്നെ DCC പ്രസിഡന്റിനെ വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ച ആ വിമതനായി മത്സരിക്കേണ്ടി വന്ന സാഹചര്യം കൂടി പറയേണ്ടി വരും. കുരിയച്ചിറയിലെ സ്ഥാനാർത്ഥിയായി നേരത്തെ മറ്റു പലരെയും പരിഗണിച്ചിരുന്ന അവസാനം K മുരളീധരൻ വിളിച്ച് ഇടപെട്ടുകൊണ്ടാണ് K മുരളീധരന്റെ അടുത്ത വിശ്വസ്തനായ സജീവൻ കുരിയച്ചിറയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. അതോടുകൂടി അവിടെ വിജയസാധ്യതയുള്ള ഷോമി എന്ന് പറഞ്ഞ മുൻ കൗൺസിലർ വീണ്ടും മത്സരത്തിനിറങ്ങുന്നു. അതോടുകൂടി ഷോമി ജയിക്കുന്നു, സജീവൻ കുരിയച്ചിറ പരാജയപ്പെടും. അതും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി. അത്തരത്തിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാദേശിക തലത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നതാണ് കോൺഗ്രസ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ നിലയും ഇപ്പോഴത്തെ നിലയും കണ്ടാൽ കോൺഗ്രസിന്റെ മുന്നേറ്റം വളരെ വ്യക്തമാകും. 86 വാർഡുകളിൽ 86 പഞ്ചായത്തുകളിൽ 69ഉം 16ഉം മാത്രമായിരുന്ന കോൺഗ്രസ് കഴിഞ്ഞ തവണ ഇത്തവണ 35ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് LDFും UDFും കാര്യമായ വ്യത്യാസമില്ലാത്ത സ്ഥിതിയിലേക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെ സ്ഥിതിയിലേക്ക് വന്നാൽ 5-2 എന്ന പഴയ നിലയാണ് തുടരുന്നതെങ്കിലും വലിയ മുന്നേറ്റം വാർഡുകളിലും നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർഡുകൾ സ്ഥാനാർത്ഥികൾ ജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. ഇരിഞ്ഞാലക്കുടയും ചാലക്കുടിയും UDF നിലനിർത്തിയിരിക്കുന്നു. മറ്റ് 4 മുനിസിപ്പാലിറ്റികൾ LDF നിലനിർത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വിജയപരാജയങ്ങൾ കൂടി പറയാതിരിക്കാൻ വയ്യ. അനിൽ അക്കരയുടെ വരവും വിജയവുമാണ് അത് ഏറ്റവും പ്രധാനം. അനിൽ അഡാട്ട് എന്ന പേരിടേണ്ട സ്ഥിതിയിലേക്ക് അനിലിനെ മാറ്റിയിരിക്കുന്നു. പഞ്ചായത്തിൽ തുടങ്ങി നിയമസഭയിലെത്തി. നിയമസഭയിലെ പരാജയത്തിന് ശേഷം പിന്നീട് വീണ്ടും പഞ്ചായത്തിൽ വരുന്നു. നഷ്ടപ്പെട്ട പഞ്ചായത്ത് അഡാട്ട് പഞ്ചായത്ത് തിരിച്ച് കോൺഗ്രസിന് കൊടുക്കുന്നു. ഇനി അഡാട്ട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി അനിൽ അക്കര അടുത്ത ദിവസം വരും. അതൊരു നിയമസഭയിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നമുക്ക് കാണേണ്ടി വരും. ഏതായാലും ആയിരിക്കും ചിലപ്പോൾ മറ്റ് കക്ഷികൾ അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ളവരൊക്കെ അനിൽ അക്കരയെ കളിയാക്കുന്ന രീതിയിലൊക്കെ വന്നിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്റെ പഞ്ചായത്തിൽ അവിടെ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മോർണിംഗ് ഷോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ജെയ്സൺ സൂചിപ്പിച്ചതാണ്. അനിൽ അക്കര എന്നല്ല, അനിൽ അഡാട്ട് എന്ന ആളുകൾ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അഡാട്ടിനെ സംബന്ധിച്ച് അനിൽ അക്കരയല്ല, ഇക്കര എത്തി. അതെ, എന്തായാലും ജെയ്സൺ ഒരു കാര്യം കൂടിയുള്ളത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് UDF ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ജോലി ചെയ്ത് ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നു കോർപ്പറേഷനിൽ ഉൾപ്പെടെ. ഇനി നിയമസഭയാണ് വരാനിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ളവർ. ഇനിയിപ്പോൾ കോർപ്പറേഷന്റെ തോൽവി പഠിക്കണം. നിയമസഭയിൽ എങ്ങനെയായിരിക്കും ഇത് പ്രതിഫലിക്കുക എന്നൊരു ആകാംക്ഷയുണ്ട്. റോഷ്നി പറയുകയായിരുന്നു, MP ഒരു പാർട്ടി, MLA ഒരു പാർട്ടി, ഇപ്പോഴത്തെ കോർപ്പറേഷൻ UDFും പിടിച്ചിരിക്കുന്നു.